നമസ്കാരം. ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി പ്രൊഫസർ വി.എൻ. രാജശേഖരൻ പിള്ള, ലോകപ്രശസ്തനായ രസതന്ത്രജ്ഞൻ, ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിദഗ്ധൻ, പലതുകൊണ്ടും കേരളത്തിന് അഭിമാനിക്കാവുന്ന അക്കാദമിക വ്യക്തിത്വം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് പുതിയ വെല്ലുവിളികൾ ഏറിവരികയാണ്. ശാസ്ത്രവിദ്യാഭ്യാസത്തിന് മൗലികമായ ഒരു ഉന്നമനം ഉണ്ടായേ പറ്റൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ആ വഴിക്കുള്ള ദേശീയ തലത്തിലുള്ള ശ്രമങ്ങൾക്ക് സാരഥ്യമരുളുന്ന വ്യക്തി കൂടിയാണ് ശ്രീ രാജശേഖരൻ പിള്ള. ഞങ്ങളുടെ ഇളയ ക്ഷണമനുസരിച്ച് വന്നതിന് പ്രത്യേകിച്ചും നന്ദി. നമസ്കാരം. പോളിമർ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ പ്രേക്ഷകരിൽ പലർക്കും അത് എന്താണെന്നറിയില്ല. യഥാർത്ഥത്തിൽ അങ്ങയോട് സംസാരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതുവരെ എനിക്കും ആ കാര്യത്തിൽ വലിയ വിവരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് എന്താണെന്നുള്ളത് ഞാനൊന്ന് കുറിച്ചു വെച്ചു. കുറഞ്ഞ തന്മാത്രാ തൂക്കമുള്ള ധാരാളം ആവർത്തിക ഏകകങ്ങളിൽ നിന്നോ കൂടുതൽ സംയുക്തകങ്ങളിൽ നിന്നോ രൂപം കൊള്ളുന്ന വലിയ തന്മാത്രയോടുകൂടിയ സംയുക്തകം. പോളിമർ കെമിസ്ട്രിക്ക് ഒരുപക്ഷെ മലയാളത്തിൽ നമുക്ക് ഇപ്പോൾ കൊടുക്കാവുന്ന ഒരു പരിഭാഷ സംയുക്തക രസതന്ത്രം എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങ് പ്രാവീണ്യം നേടിയ ഈ വൈജ്ഞാനിക ശാഖയും അങ്ങയുടെ കർമ്മപഥവും അങ്ങയുടെ ജീവിത വ്യാപാരവും തീർച്ചയായും ഒന്നായി മാറിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കേരളത്തിൽ 6 പ്രധാനപ്പെട്ട ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളാണ്. ആ 6 കേന്ദ്രങ്ങളെയും, അതിൽ വനമുണ്ട്, പരിസ്ഥിതിയുണ്ട്, ജൈവശാസ്ത്രമുണ്ട്, അതിൽ തീരദേശ സംരക്ഷണത്തിൻ്റെ കാര്യങ്ങളുണ്ട്, ജലവിഭവ മാനേജ്മെൻ്റുണ്ട്. അങ്ങനെയുള്ള 6 പ്രമുഖ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളുടെ പൊതുസംഘടനയായ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി സമിതിയുടെ കാര്യനിർവഹണ ഉപാധ്യക്ഷനാണ് അങ്ങ്. അപ്പോൾ ഒരു സംയുക്തകത്തിൻ്റെ ധർമ്മം അങ്ങ് അനുഷ്ഠിച്ചു വരുന്നു ഇപ്പോഴും. അതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും പോളിമർ കെമിസ്ട്രി, സംയുക്തക രസതന്ത്രം, കൂടുതലും ആളുകൾ ഇന്ന് അതിനെ അറിയുന്നത് ബഹുതന്മാത്ര രസതന്ത്രം എന്നാണ്. വളരെ വലിയ തന്മാത്രകൾ ഉൾക്കൊള്ളുന്നത് പോളിമർ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വളരെയധികം പേർക്ക് സാധാരണക്കാർക്ക് അറിയില്ല എന്ന് ഉദ്ദേശിക്കാം. എന്നാൽ ഇന്ന് നാം കാണുന്ന, പ്രപഞ്ചത്തിൽ കാണുന്ന, ഭൂമിയിൽ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും ബഹുതന്മാത്രകൾ കൊണ്ടുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റാർച്ച്, സെല്ലുലോസ്, നമ്മുടെ പ്രോട്ടീൻസ്, നമ്മുടെ ശരീരത്തെ നിർമ്മിക്കുന്ന എല്ലാ സാധനങ്ങളും എല്ലാം ബഹുതന്മാത്രകൾ. ധാരാളം തന്മാത്രകൾ ചേരുമ്പോഴാണ് അതിന് വേണ്ട ഒരു ശക്തിയും അതിന് വേണ്ട തരത്തിലുള്ള ആവശ്യമായിട്ടുള്ള ഗുണങ്ങളും അതിന് കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും കൊടുക്കുന്നത്. വളരെയധികം തന്മാത്രകൾ ചേർന്നാണ്. തീർച്ചയായിട്ടും അങ്ങയുടെ ഡെഫിനേഷൻ സംയുക്ത രസതന്ത്രം എന്നുള്ളത് അതിന് തീർച്ചയായിട്ടും അനുയോജ്യവും ആണ്. വളരെയധികം തന്മാത്രകൾ സംയോജിച്ച് പോകുന്ന. ഇവിടെ കൗതുകകരമായൊരു കാര്യം, പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ വേണ്ടി, അത് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചോദിക്കാൻ വേണ്ടി ഇടയ്ക്ക് കാര്യം ഒന്ന് ചോദിച്ചതാണ്. വേദപ്രോക്തമായ ഒരു ചൊല്ലുണ്ടല്ലോ, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ എന്ന് തുടങ്ങുന്നത്. ഒന്നായ ദൈവത്തെ പല രീതിയിൽ രണ്ടായി ഒക്കെ കാണുന്നു എന്നുള്ള രീതിയിൽ. ഇവിടെ പ്രൊഫസർ പറഞ്ഞിരിക്കുന്നത് പലതും ചേർന്നുണ്ടാകുന്ന കാര്യത്തെ ഒന്നായി കാണുന്ന ഒരു അവസ്ഥയാണ്. ഒന്നിൽ നിന്ന് പലത് എന്ന പോലെ പലതിൽ നിന്ന് ഒന്നായി. എങ്ങനെയാണ് ഈ ശാസ്ത്രവും ഈ വേദാന്തവും ഒക്കെ പൊരുത്തപ്പെടുന്നത്? വാസ്തവത്തിൽ പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള അന്വേഷണങ്ങളാണ് വേദാന്തത്തിൻ്റെ ഉദ്ദേശം തന്നെ. ശാസ്ത്രത്തിൻ്റെയും ഉദ്ദേശം മനുഷ്യനെയും പ്രപഞ്ചത്തെയും മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. സമീപനങ്ങളും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ്. വാസ്തവത്തിൽ നമ്മുടെ ശാസ്ത്രം, അതുപോലെ തന്നെ മറ്റ് ചിന്താഗതികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാചീനമായിട്ട് തന്നെ ഭാരതീയർ
ശാസ്ത്രത്തിന് വളരെ വലിയൊരു സ്ഥാനം ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ശാസിക്കുന്നത് അതാണ് ശാസ്ത്രം എന്നുള്ളൊരു നിർവചനം പോലും ഭാരതത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ശാസ്ത്രത്തെ പല രീതിയിലും, ഉദാഹരണത്തിന് ശാസ്ത്രമെന്ന് ഉദ്ദേശിക്കുമ്പം ഭൗതിക ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ശാസ്ത്രങ്ങൾ, രസതന്ത്ര, ജൈവശാസ്ത്രങ്ങൾ, ഇതൊക്കെ മാത്രമായിട്ട് കാണുക. പക്ഷേ പ്രാചീന ഭാരതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മാത്രമല്ല. സാമൂഹ്യശാസ്ത്രവും ശാസ്ത്രമായിട്ട് കണ്ടിരിക്കുന്നത്. മനുഷ്യൻ ജീവശാസ്ത്രം എന്നുള്ളത് ജീവനശാസ്ത്രവും കൂടെ ചേർന്നാണ്. ജൈവശാസ്ത്രം മാത്രമല്ല, ജീവനശാസ്ത്രവും ഒക്കെ കൂടെയാണ്. അന്നേരം ഈ ജീവിതത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് മനുഷ്യൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഉത്കർഷ ലാക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ശാസ്ത്ര പ്രവർത്തനം. അതുകൊണ്ട് ഇതിന് തീർച്ചയായിട്ടും ഞാൻ കാണുന്ന ഒരു താതാത്മ്യമാണ് ഈ വേദാന്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും ശാസ്ത്ര സമീപനങ്ങളുമായിട്ടൊരു താതാത്മ്യമാണ് കാണുന്നത്. ആധുനിക ശാസ്ത്രത്തിന് അനുയോജ്യമായ ഒരു ഭാഷാ നവീകരണ ദൗത്യം മലയാളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാകണം എന്ന് കേരളത്തിൻ്റെ ശാസ്ത്രമേഖലയുടെ അധ്യക്ഷ സ്ഥാനത്തുള്ള അങ്ങ് അഭിപ്രായപ്പെടുന്നു? തീർച്ചയായിട്ടും. വാസ്തവത്തിൽ കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഒക്കില്ല. നമുക്കെല്ലാം ആരാധ്യനായ ശ്രീ NV കൃഷ്ണവാര്യർ, അദ്ദേഹം ശാസ്ത്രം മലയാളത്തിൽ പഠിപ്പിക്കണം, ശാസ്ത്രം മലയാളത്തിൽ മനസ്സിലാകണം, സമൂഹത്തിന് ശാസ്ത്രാവബോധം ഉണ്ടാകണം, ശാസ്ത്രബോധം ഉണ്ടാകണം, ശാസ്ത്രബോധ്യം ഉണ്ടാകണം, ശാസ്ത്രബോധന രീതികൾ മലയാളത്തിലുണ്ടാകണം എന്ന് വളരെയധികം നിഷ്കർഷിച്ച ആളാണ്. അതിനുവേണ്ടിയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള സ്ഥാപനം കേരളത്തിൽ തുടങ്ങിയത്. ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ അത് അങ്ങനെയുള്ള ആദ്യമായിട്ടുള്ള സ്ഥാപനമാണ്. ശാസ്ത്ര പദാവലികൾ ഇംഗ്ലീഷിലും മറ്റ് എല്ലാ ഭാഷകളിലുള്ള ശാസ്ത്ര പദാവലികൾ മലയാളത്തിലേക്ക് കൊണ്ടുവരികയും കുട്ടികൾക്കുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മലയാളത്തിൽ, ശാസ്ത്ര ടെക്സ്റ്റ് ബുക്കുകൾ മലയാളത്തിൽ കൊണ്ടുവരാനുമുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് വളരെയധികം സംഭാവനകൾ ചെയ്തു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ന് ശാസ്ത്ര പുസ്തകങ്ങൾക്ക് വേണ്ടിയല്ല അത് കൂടുതൽ ബന്ധപ്പെടുന്നതെങ്കിലും ആദ്യത്തെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ശാസ്ത്രം മലയാളത്തിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ആ പ്രവർത്തനം വീണ്ടും തുടരാൻ ഇന്നിപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ മലയാള സർവകലാശാല ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. മലയാളം നിർബന്ധിത വിഷയം, സ്കൂൾ തലം മുതൽ നിർബന്ധിത വിഷയം ആക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആക്കേണ്ട ആവശ്യവുമുണ്ട്. തീർച്ചയായിട്ടും മലയാളം നിർബന്ധിത വിഷയമാക്കുമ്പോൾ ശാസ്ത്രം പഠിക്കുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. നമുക്ക് അറിവുണ്ടെങ്കിൽ ആ അറിവ് ഭാഷ ഒരു തടസ്സമേ ആവില്ല ഈ അറിവ് പകർന്നു കൊടുക്കാൻ. അങ്ങയുടെ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്ര എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പതിപ്പ് ശ്രദ്ധിക്കാനിടയായി. അതിൽ ഒരു ലേഖനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ആദ്യം ഒരു മണിപ്രവാള രൂപത്തിൽ ഇംഗ്ലീഷും മലയാളവും കലർന്ന രീതിയിൽ ശാസ്ത്ര പദാവലികൾ നമുക്ക് സമന്വയിപ്പിക്കാം, പിന്നീട് ശുദ്ധ മലയാളത്തിലേക്ക് പരിസംക്രമണം ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു പരിവർത്തന പദ്ധതിയോട് അങ്ങ് എങ്ങനെയാണ് അഭിപ്രായം? തീർച്ചയായിട്ടും ശാസ്ത്രം, ഉദാഹരണത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ശാസ്ത്ര പഠനവും ശാസ്ത്ര ഗവേഷണവും ഒക്കെ ഉണ്ടായപ്പോൾ തന്നെ വളരെ പല ഭാഷകളുടെയും സമ്മിശ്രങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഉദാഹരണത്തിന് അടിസ്ഥാന ശാസ്ത്രങ്ങൾ വളരെയധികം വികസിച്ചിരുന്നത് ജർമ്മനിയിലായിരുന്നു. പല ജർമ്മൻ വാക്കുകളും ഇന്ന് ഇംഗ്ലീഷ് വാക്കുകൾ തന്നെയാണ്. നമ്മൾ സാഹിത്യത്തിലും ശാസ്ത്രത്തിലും ഒക്കെ തന്നെ പല ജർമ്മൻ വാക്കുകളും ഇന്ന് അത് തന്നെ ഇംഗ്ലീഷ് വാക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലേക്ക് ശാസ്ത്രം വന്നപ്പോൾ ജർമ്മനും ഫ്രഞ്ചും ഇംഗ്ലീഷും ഒക്കെ കലർത്തിയാണ് ശാസ്ത്രത്തിന് പുതിയ വാക്കുകളുണ്ട്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ പദാവലികൾ, ഇംഗ്ലീഷിലുള്ള പദാവലികൾ തന്നെ ഇന്ന് നോക്കിയാൽ തന്നെ കാണാം എവിടെ നിന്നാണ് ആ മൗലികമായിട്ടുള്ള ശാസ്ത്രം, ഏത് ഭാഷയിൽ നിന്നാണ്, ഏത് ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ഭാഷ എന്തായിരുന്നു, ആ ഭാഷയിൽ നിന്നാണ് അതിൻ്റെ ആദ്യത്തെ വാക്ക് കിട്ടിയിട്ടുള്ളത്. ആ ആദ്യത്തെ വാക്ക് ലോകമെമ്പാടും മറ്റ് പല ഭാഷകളിലും അതുപോലെ അംഗീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ധാരാളം വാക്കുകൾ, ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കുകയാണെങ്കിൽ, ശാസ്ത്ര ഡിക്ഷണറികളോ ശാസ്ത്ര പദാവലികളോ നോക്കുകയാണെങ്കിൽ ധാരാളം വാക്കുകൾ ഇംഗ്ലീഷിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നും അതുപോലെ മൗലികമായിട്ടുള്ള ശാസ്ത്രങ്ങൾ വരുമ്പോൾ നമ്മുടെ ഭാഷകളിൽ നിന്ന്, മലയാളത്തിൽ നിന്ന്, നമ്മുടെ സംസ്കൃതത്തിൽ നിന്ന്, നമ്മുടെ ഭാഷകളിൽ നിന്ന് ഒക്കെ ശാസ്ത്രത്തിന് വാക്കുകൾ ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല.
മണിപ്രവാളം എന്നുള്ളത് നമ്മൾ പറയുന്നു. ശരിയായിട്ടും പുതിയ നമ്മൾക്ക് ഉദാഹരണത്തിന് ഞങ്ങളൊന്ന് വളരെ പണ്ട് തമാശയായിട്ട് പറയുമായിരുന്നു, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഇപ്പോൾ സ്വിച്ച് എന്നുള്ളൊരു വാക്കിന് ഒരു പ്രത്യേക ഒരു പരിഭാഷ നമുക്ക് ആവശ്യമുണ്ടോ? ഇങ്ങനെ വേറെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ അത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അന്നേരം വാക്കുകൾ ശാസ്ത്രം എവിടെയാണ്? ഇപ്പം ഞാൻ ഒരു ശാസ്ത്രം മൗലികമായിട്ട് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ എൻ്റെ ഭാഷയായിരിക്കും ലോകമെമ്പാടും, എൻ്റെ മലയാളത്തിലുള്ള വാക്കായിരിക്കും ലോകമെമ്പാടും ഉപയോഗിക്കുന്ന വാക്ക്. അന്നേരം ആ മൗലികത നമ്മുടെ ശാസ്ത്രപ്രവർത്തനത്തിൽ വരുത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ ഭാഷയും അതുപോലെ ശാസ്ത്രവും ഒരുപോലെ സമ്പത്ത് ഉള്ളതാണ്. മുള വളരുമ്പം നമുക്ക് ശരിക്കും നമ്മൾ ചെവി വെച്ചാൽ ശബ്ദം കേൾക്കാമെന്ന് പറയും. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് മുളയുടെ വളർച്ച.